നടക്കുന്നതെന്ന് വല്ലതും നിങ്ങൾ അറിഞ്ഞോ? എല്ലാവരും എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പുറകെയാണ്. ശരിയാണ്, എപ്സ്റ്റീൻ ഫയൽസിൽ പല കാര്യങ്ങളും പറഞ്ഞത് നമുക്ക് വളരെ വേദന തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ക്യാപിറ്റലായ ഡൽഹിയിൽ 850ഓളം പേരെയാണ് കാണാതെ പോയിട്ടുള്ളത്. ജനുവരി തുടങ്ങി 15 ദിവസത്തിനുള്ളിലാണ് 850 പേരെ കാണാതെ പോയതെന്ന് ഓർക്കണം. സാധാരണ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം 850 പേരെയാണ് തട്ടിക്കൊണ്ടു പോയേക്കുന്നത്. ശരാശരി ഒരു ദിവസം 54ഓളം പേരെയാണ് തട്ടിക്കൊണ്ടു പോയെന്നാണ് കണക്ക്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പോലീസുകാരോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ലാഘവത്തോടെയാണ് പറയുന്നത്. ഏതെങ്കിലും കടത്തൽ സംഘം അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആണ് സംസാരിക്കുന്നത്. നമ്മൾ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ഡൽഹിയിൽ ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ ഡൽഹിയിൽ മാത്രമാണ് ഇതെന്ന് ആരും വിചാരിച്ചിരിക്കേണ്ട. അതുപോലൊരു സിറ്റിയിൽ ഇത്രയും ആൾക്കാരെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണിതിന് പിന്നിലെന്ന്, ആരാണിതിന് പിന്നിലെന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കൂ. ബൈ.